ഇക്കൊല്ലത്തെ മകരവിളക്ക് ജനുവരി 12-നാണ്. മകരവിളക്കിനോടനുബന്ധിച്ച് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകാൻ പന്തള രാജപ്രതിനിധിയെ തിരഞ്ഞെടുത്തു. ദർശന പുണ്യം പവർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ BLM. എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ BLMന്റെ ലക്ഷ്യം. പന്തള രാജപ്രതിനിധിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുണർദം നാൾ നാരായണവർമ്മയാണ്. 2026 വർഷത്തെ ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന് ജനുവരി 12-ന് പന്തളത്ത് നിന്നും ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകാനുള്ള രാജപ്രതിനിധിയായി പന്തളം രാജകുടുംബാംഗം പുണർദം നാൾ നാരായണവർമ്മയെ പന്തളം കൊട്ടാരം വലിയ തമ്പുരാൻ തിരുവോണം നാൾ രാമവർമ്മ രാജ നിയോഗിച്ചു. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ പരേതയായ തിരുവോണം നാൾ അമ്പത്തമ്പുരാട്ടിയുടെയും കോട്ടയം നട്ടാശ്ശേരി കാഞ്ഞിരക്കാട്ടില്ലത്ത് KN നാരായണ നമ്പൂതിരിയുടെയും ദ്വിതീയ പുത്രനാണ് നാരായണവർമ്മ. കേരള സർക്കാർ സർവീസിൽ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയായി വിരമിച്ച ശേഷം പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറിയായി 2016 മുതൽ 2023 വരെ പ്രവർത്തിച്ചു. പന്തളം രാജപ്രതിനിധി എന്നത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരത്തു നിന്നുള്ള രാജകുടുംബാംഗമാണ്. അദ്ദേഹം തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുകയും മകരവിളക്ക് സമയത്ത് ശബരിമലയിൽ ആചാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് തിരുവാഭരണ ഘോഷയാത്ര. മകരസംക്രാന്തി ദിനത്തിൽ അയ്യപ്പന് ചാർത്താനുള്ള ആഭരണങ്ങൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും ശബരിമല ക്ഷേത്രത്തിലേക്ക് കാൽനടയായി കൊണ്ടുവരുന്ന ചടങ്ങാണിത്. തിരുവാഭരണങ്ങൾ വഹിച്ചെത്തുന്ന ഘോഷയാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ വിശ്വാസികൾക്കും ഭക്തർക്കും ഏറ്റവും വലിയ കാത്തിരിപ്പ് കൂടിയാണ് ഈ യാത്ര. പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് എഴുന്നള്ളിക്കുന്നതാണ് ആദ്യ ചടങ്ങ്. പെട്ടികൾ തുറക്കാതെ പ്രത്യേക പീഠത്തിൽ വെച്ച് വിശ്വാസികൾക്ക് ദർശന സൗകര്യം നൽകും. ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം രാജപ്രതിനിധി ശബരിമലയിലേക്ക് യാത്ര തിരിക്കും. പിന്നാലെ തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റി ഘോഷയാത്രാ സംഘവും ശബരിമലയിലേക്ക് രാജപ്രതിനിധിയെ അനുഗമിക്കും. പന്തളം രാജവംശം മകരവിളക്ക് ഉത്സവത്തിനായി കൊടുത്തുവിടുന്ന തിരുവാഭരണങ്ങൾ അയ്യപ്പന് ചാർത്തിയാകും ശബരിമല ക്ഷേത്രത്തിൽ മകരം 1-ന് ദീപാരാധന നടത്തുക. മകരവിളക്ക് ഉത്സവത്തിനായി 3 പേടകങ്ങളിലാക്കി ശബരിമലയിലേക്ക് കാൽനടയായിട്ടാണ് തിരുവാഭരണങ്ങൾ കൊണ്ടുവരുന്നത്. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ പന്തളത്ത് നിന്നും ഘോഷയാത്രയായിട്ടാണ് കൊണ്ടുപോകുന്നത്. പന്തളം സാമ്പിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ തിരുവാഭരണങ്ങൾ പ്രത്യേക കുടുംബക്കാരുടെ നേതൃത്വത്തിൽ 25 അംഗങ്ങൾ ശിരസിലേറ്റി പരമ്പരാഗത കാനന പാതയിലൂടെ കാൽനടയായിട്ടാണ് ശബരിമലയിൽ എത്തിക്കുന്നത്. പരമ്പരാഗത തിരുവാഭരണ പാതയായ കുളനട, ഉള്ളന്നൂർ, ആറന്മുള വഴി ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തുന്ന സംഘം ആദ്യ ദിവസം അവിടെ വിശ്രമിക്കും. 2-ാം ദിവസം പെരുന്നാട് വഴി ലാഹ വനംവകുപ്പ് സത്രത്തിലെത്തുന്നതോടെ ഘോഷയാത്രാ സംഘം അന്ന് അവിടെ തങ്ങും. 3-ാം ദിവസം കാനന പാതയിലൂടെയാണ് ഘോഷയാത്ര കടന്നു പോകുന്നത്. പ്ലാപ്പള്ളിയിൽ നിന്നും അട്ടത്തോട് വഴി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് വൈകുന്നേരത്തോടെ സംഘം ശബരിമലയിൽ എത്തിച്ചേരും. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുന്ന പരുന്ത് ഗരുഡനാണ് എന്നാണ് വിശ്വാസികളുടെ സങ്കല്പം. തിരുവാഭരണങ്ങൾ ശബരീശ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും തെളിയിക്കും. അയ്യപ്പന്റെ പൂങ്കാവനം എന്ന് വിശേഷിപ്പിക്കുന്ന മലനിരകളിലെ പൊന്നമ്പലമേട്ടിലുള്ള വനക്ഷേത്രത്തിലെ തറയിലാണ് മകരവിളക്ക് ദീപാരാധന നടത്തുന്നത്. 3 തവണ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കും. അതേസമയം തന്നെ ശബരിമല ക്ഷേത്രത്തിലും പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടത്തും. വിഷ്ണുമായയിൽ ശിവന്റെ പുത്രനായി പമ്പാതീരത്ത് പിറന്ന മണികണ്ഠനെ പന്തള രാജാവ് എടുത്തു വളർത്തിയതും കൊട്ടാരത്തിൽ വളർന്ന് മണികണ്ഠൻ അയ്യപ്പനായി മാറി ശബരിമലയിലെ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചതായാണ് ഐതിഹ്യം. വളർത്തുമകനെ കാണാൻ കാട് താണ്ടിയെത്തിയ രാജാവിനെ മടക്കി അയക്കുമ്പോൾ ആണ്ടുതോറും തന്നെ കാണാൻ വരണം എന്നാണ് അയ്യപ്പൻ ആവശ്യപ്പെട്ടിരുന്നത്. ആ യാത്രയ്ക്ക് മുന്നോടിയായി മകനെ അണിയിക്കുന്നതിനുള്ള ആഭരണങ്ങൾ രാജാവ് പണി കഴിപ്പിച്ചു. ഈ ആഭരണങ്ങളുമായി മകരവിളക്കിന് 2 നാൾ മുൻപ് പന്തളത്ത് നിന്ന് പോയി തുടങ്ങി എന്നതും വിശ്വാസം. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ തിരുവാഭരണ ഘോഷയാത്രയായി മാറിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.